ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് അമേരിക്കയിൽ വിസ ഓൺ അറൈവൽ കൊടുക്കുമോ ഇല്ല, ഇതാണ് ചോദ്യം. കാരണം അമേരിക്കയിൽ ഇത് വലിയ ഡിസ്കഷനായിട്ടുണ്ട്. കാരണം പല ആവർത്തി നേരത്തെ ട്രംപ് വരുന്ന സമയത്ത് മോദിയുടെ ഒരു ആവശ്യമായിരുന്നു. അതിന് പല റീസൺസ് ഉണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അതിനെപ്പറ്റി പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത്, ഏകദേശം 18,000-ലധികം ഇന്ത്യക്കാർ ഇല്ലീഗലായിട്ട് അമേരിക്കൻ ടെറിട്ടറിയിലുണ്ട്, അമേരിക്കയിലുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഈ 18,000 പേരെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകാൻ തയ്യാറാണ്. വേറൊറ്റ രാജ്യങ്ങൾ പറഞ്ഞിട്ടില്ല. പല രാജ്യങ്ങളും അത് പൂർണ്ണമായിട്ട് തള്ളിക്കളയും. ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം കൃത്യമായിട്ട് പറഞ്ഞു, ഈ 18,000 പേരെയും ഞങ്ങൾ ഇന്ത്യയിലോട്ട് ഞങ്ങളുടെ ചെലവിൽ കൊണ്ടുപോകാൻ തയ്യാറാണ്. അതിനെപ്പറ്റി ഡിസ്കഷൻ നടക്കുകയാണ്. പൂർണ്ണമായിട്ടും അമേരിക്കൻ ചെലവിൽ തന്നെ ആയിരിക്കും. അതുവരെ ഇന്ത്യയിലോട്ട് പല പല ഓപ്ഷൻസ് ഉണ്ട് ഇന്ത്യക്കാർക്ക്. ഇപ്പോൾ ഇസ്രായേൽ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഇസ്രായേൽ വന്ന് ജോലി ചെയ്യുക. അങ്ങനെ പല ഓപ്ഷനുണ്ട്. പക്ഷേ ഇന്ത്യ പൂർണ്ണമായിട്ടും അവരുടെ ഇന്ത്യൻ ഒറിജിനാണ്, അവരുടെ ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു. ഈ സമയത്താണ് ഇതുമായിട്ടുള്ള ഡിസ്കഷൻ കയറി വരുന്നത്. എന്തുകൊണ്ട്? കാരണം വളരെ പ്രോഗ്രസീവായിട്ട്, വളരെ പ്രോആക്റ്റീവായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രതികരിച്ചപ്പോൾ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ അകത്ത് ഈ സംഭവത്തിന് വലിയ പ്രാധാന്യവും ഡിബേറ്റും ഉണ്ട്. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അത് ശരിക്കും ഇന്ത്യൻ ഒറിജിൻസ് ഉണ്ട്. നിങ്ങളിതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ 3 രാജ്യങ്ങൾക്കാണ് ഈ വിസ ഓൺ അറൈവൽ, അതായത് വിസ വേവർ പ്രോഗ്രാം, അതായത് അഡ്വാൻസ് വിസ എടുക്കാതെ ആ രാജ്യത്ത് പോയി ടൂറിസം, അതായത് ടൂറിസ്റ്റ് പർപ്പസ് ആണെങ്കിലും വിസിറ്റ് പർപ്പസ് ആണെങ്കിലും ബിസിനസ് പർപ്പസിനും പോകാനുള്ള രീതി എന്ന് പറയുന്നത്. അതിലൊന്ന് പരിഗണിക്കുന്ന സൗദി അറേബ്യയാണ്, മറ്റൊന്ന് പരിഗണിക്കുന്ന UAE. 3 രാജ്യങ്ങളെയാണ് ഏഷ്യയിൽ നിന്നും അമേരിക്ക പരിഗണിക്കുന്ന രാജ്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഈ 2024 സെപ്റ്റംബറിൽ ഈ ഖത്തർ അഡ്മിനിസ്ട്രേഷൻ, ഖത്തറിലുള്ള ഖത്തറികൾക്ക് ഇങ്ങനൊരു വിസ വേവർ പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ. കാരണം അവരുടെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു അമേരിക്കയിൽ വിസ ഓൺ അറൈവലിൽ പോകണമെന്നുള്ളത്. അതിൻ്റെ പേരിലാണ് ആ ഒരു സംഭവം, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്താണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട സംഭവമാണ്, ഇതേപോലെ ഷെങ്കൻ രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി ഖത്തറിൻ്റെ വലിയ ആഗ്രഹമാണ് വിസ ഓൺ അറൈവൽ. അതാണ് ഈ അവിടുത്തെ ഗ്രീക്ക് യൂറോപ്യൻ പാർലമെൻറ്റ് അവർക്ക് പണം കൊടുത്ത് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് റേസ് ചെയ്തതും പിന്നീട് ഈ കൈക്കൂലി കൈയോടെ പിടിച്ചതും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഖത്തർ എത്രമാത്രം അഗ്രസീവായിട്ടാണ് പണം കൊടുത്ത് ഈ കാര്യങ്ങൾ നടത്തുന്നത്. പിന്നെ വീണ്ടും അറിയാൻ സാധിക്കുന്നത്, ഈ ഖത്തറുമായിട്ട് അമേരിക്കയുടെ ലോഹി, അതായത് ഇസ്രായേലിൻ്റെ ആ ഹോസ്റ്റേജസ് ഇഷ്യൂ കഴിഞ്ഞാൽ ഈ ഖത്തറിൻ്റെ ഈ കൊടുത്തിരിക്കുന്ന വിസ ഓൺ അറൈവൽ എടുത്തു കളയാനുള്ള സാധ്യതയുണ്ട്. കാരണം മോസ്റ്റ് ഫേവറേറ്റ് നേഷൻ എടുത്തു കളയും. കാരണം അത് ട്രംപ് അഡ്മിനിസ്ട്രേഷനാണ് തീരുമാനിക്കുക ഖത്തർ ഏത് രീതിയിലാണ് ഈ പറയുന്ന ഈ മത തീവ്രവാദ രാഷ്ട്രങ്ങളുമായിട്ടും ഭീകരവാദികൾക്കും മിലിറ്റൻറ്റുമായിട്ടും ബന്ധപ്പെടുന്നത്. അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ഈ നരേന്ദ്രമോദി അതേപോലെ തന്നെ സൗദി അറേബ്യയും UAEയും ഈ ഡിമാൻഡ് വെച്ചത്? അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം നിങ്ങൾ അറിയേണ്ട ഒരു പോയിൻ്റാണ് അമേരിക്കൻ വിസ കിട്ടുക എന്ന് പറയുന്നത്. അതായത് പാസ്പോർട്ടിൽ അമേരിക്കൻ വിസ കിട്ടുക എന്ന് പറയുന്നത് ഇത് ചെറിയൊരു കാര്യമൊന്നുമില്ല. കാരണം അമേരിക്കൻ വിസ പ്രോസസ്സ് എന്ന് പറയുന്നത് അതുമായിട്ട് ഈ പോകുന്നതിൽ ഈ ഇപ്പോൾ 100 പേര് പോയി കഴിഞ്ഞാൽ 20-30 പേർക്കേ കിട്ടത്തുള്ളൂ. കാരണം ഇത്രയും ഡേറ്റൊക്കെ താങ്ങിയിരുന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ അതിൻ്റെ വലിയ പ്രോസസ്സാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഇൻകം ടാക്സും സംഭവം മാത്രം മറ്റുള്ള പ്രൊഫൈലും എല്ലാം ഇത് മാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് അമേരിക്ക വിസ കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് കയറി ദുബായി പോകുന്ന പോലെയല്ല അമേരിക്കൻ വിസ. ഈസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ അമേരിക്കൻ വിസ പാസ്പോർട്ടിലുണ്ടെങ്കിൽ, അതായത് ലോകത്തുള്ള പല രാജ്യങ്ങൾക്കും, ഏകദേശം 134 രാജ്യങ്ങളിൽ ഇൻക്ലൂഡിങ് മിഡിൽ ഈസ്റ്റ്, ഏഷ്യ ആണെങ്കിലും പല രാജ്യങ്ങളിലും പിന്നെ ആ രാജ്യത്ത് പോകാൻ വിസ എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതായത് ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ വെയിറ്റേജ് ഇപ്പം വളരെ ഏകദേശം 82-84 സ്ഥാനത്താണ്. ഇത് പെട്ടെന്ന് ഈ 10ാം സ്ഥാനത്തേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് മോദിക്ക് ഇതിനോട് കൂടുതൽ താല്പര്യം.
അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് പോവുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പല ഡിസ്കഷൻ നടക്കുന്നത്. അതായത് അമേരിക്കയിൽ ഇത്രമാത്രം ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ആൾക്കാരെ പുറത്താക്കുമ്പോൾ, അതായത് രണ്ട് മൂന്ന് ഓപ്ഷൻസൊക്കെയാണ് ഡിസ്കഷൻ പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഇത്രയും പേരെ പുറത്താക്കുമ്പോൾ ഇങ്ങനെ ഇന്ത്യക്കാർക്ക്, അപ്പോൾ അവിടെ ലേബർ ആണെങ്കിലും മറ്റുള്ള ജോലികൾക്കും ആൾക്കാരെ ആവശ്യമുണ്ട്. അതായത് പെർമനൻ്റ് ആയിട്ടല്ല, 1 വർഷം 2 വർഷം അവിടെ ജോലി ചെയ്യുന്നു, അവർക്ക് തിരിച്ചു വരാം. ഇങ്ങനൊരു സംഭവം അതിനകത്ത് വലിയ രീതിയിലുള്ള ഡിസ്കഷൻ കാരണം ഞാൻ ആ വ്ലോഗ് കണ്ടപ്പോഴാണ് മനസ്സിലായത് അങ്ങനൊരു ഡിസ്കഷനും ഇതിനകത്ത് നടക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു സംഭവം, ഇപ്പോൾ അറൈവൽ ഓൺ വിസ വേവർ പ്രോഗ്രാം ഇല്ല എങ്കിൽ തന്നെയും ഇപ്പോഴത്തെ അമേരിക്കൻ വിസ കിട്ടാനുള്ള വലിയ സംഭവങ്ങളുണ്ട്, വലിയൊരു ചടങ്ങായി സംഭവം. അപ്പം അതിനകത്ത് ഇൻകം ടാക്സ്, അത് ഇത് ചവറൊക്കെ വേണം സംഭവം. അപ്പം അത് റെഡ്യൂസ് ചെയ്ത് വളരെ മിനിമം രീതിയിലാക്കിയിട്ട്, അതായത് നല്ലൊരു വിഭാഗം ഇന്ത്യക്കാർക്കും വിസിറ്റ് വിസയിലും അവിടെ ജോലി ചെയ്യുക, ആ രീതിയിലുള്ള തിങ്കിങ്ങും വേറൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതായത് പ്രോസസ് ഈസ് ഓൺ. അപ്പോൾ അതാണ് ഞാൻ ഈ പറയുന്നത്. ചിലപ്പോൾ ഇന്ത്യക്കാരുടെ വലിയ ഭാഗ്യമായിരിക്കും അത് കാര്യം മനസ്സിലാക്കേണ്ടത്. ഇത് മോദി അഡ്മിനിസ്ട്രേഷൻ്റെയും പ്രധാനമന്ത്രിയുടെ ഒരു താല്പര്യമാണ്. കാരണം നിങ്ങൾക്കറിയാം, ഏറ്റവും ഗുജറാത്തുകളുള്ള ഒരു സ്ഥലമാണ് അമേരിക്ക. കാരണം പല ഇന്ത്യക്കാരുടെ ഒരു ലൈഫിൽ ഒരു ലോങ് ഡ്രീം തന്നെയാണ് അമേരിക്ക വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളുടെ വിസ റിജക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്, പല കാരണങ്ങൾ കൊണ്ട്. ഒരു കാരണമല്ല, പല കാരണങ്ങൾ കൊണ്ട് റിജക്റ്റ് ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ സുഡാപ്പികൾ ആ വിസയും കൊണ്ട് അമേരിക്കയിൽ പോകുന്നത്. അവന്മാരായിരിക്കും ഏറ്റവും കൂടുതൽ പോകുന്നത്. അതോടുകൂടി ഇത് കുളവാക്കുകയും ചെയ്യും. കാരണം അവിടെ ചെന്ന് പ്രശ്നമുണ്ടാകും, പിന്നെ കുളവാക്കുകയും ചെയ്യും. എന്തായാലും ഇത് വളരെ പ്രോഗ്രസീവായിട്ട് പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഡിസ്കഷൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ അകത്തും അവിടെയുള്ള മീഡിയ സർക്കിളിലും അത് ഉണ്ടായത് ഒരു പോസിറ്റീവ് സംഭവമാണ്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രംപുമായിട്ടുള്ള ബന്ധമാണ് ഇത് കാണിക്കുന്നത്. അതേപോലെ ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ ട്രംപിന് വേണ്ടി വോട്ട് ചെയ്തു, ഇന്ത്യൻ ഒറിജിൻ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട്. അതാണ് ഞാൻ ഈ പറയുന്നത്. ഈ ചില മീഡിയകൾ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞൊന്നുമല്ല, മോദിയും ട്രംപുമായിട്ട് ബന്ധം ഒരു പേഴ്സണൽ ബന്ധം പോലെയാണ്. ആ രീതിയിലാണ് ഇതിനെ കാണുന്നത്. കാരണം മോദി എവിടെ പോയി, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ തോറ്റാൽ പോലും ട്രംപ് മോദി എവിടെ പോയി ഈ ഹൂസ്റ്റിൽ ഹൗഡി മോഡി ആ പ്രോഗ്രാമിൽ പരസ്യമായിട്ടാണ് ട്രംപിന് വേണ്ടി വോട്ട് പിടിച്ചത്. ഇതൊക്കെ ട്രംപിന് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അറിയാവുന്ന. കാരണം ഞാൻ പല റിപ്പബ്ലിക്കൻ പാർട്ടി ലീഡേഴ്സിനെ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ പോയി സംസാരിച്ചു. ഇത് വളരെ വ്യക്തമാണ് എത്രമാത്രമാണ് ഇന്ത്യയുമായിട്ടും ഇന്ത്യക്കാരും മോദിയുമായിട്ടും ഈ ട്രംപിന് റിപ്പബ്ലിക്കൻ പാർട്ടിക്കായിട്ടുള്ള ബന്ധം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇത് പോസിറ്റീവായിട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട്, അല്ല ശരിക്കും ഇളവുകൾ കിട്ടാനുള്ള സാധ്യത. കാരണം പല റീസൺസ് ഉണ്ട്. അമേരിക്കയ്ക്ക് വേണ്ടി താല്പര്യമുണ്ട്. കാരണം ഇത്രയും ആൾക്കാരെ പുറത്താക്കുമ്പോൾ ഈ പറയുന്ന അവിടെ ജോലിക്കാരുടെ ആവശ്യം വേണ്ടി വരും. അപ്പം അതിനെ എങ്ങനെ മാനേജ് ചെയ്യും? ഇതൊരു ക്വസ്റ്റ്യനാണ്. അമേരിക്കയിൽ വല്ലാത്ത അവിടുത്തെ മീഡിയ ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇത്രയും പേരെ പുറത്താക്കുമ്പോൾ ഏകദേശം 2-3-2.5 കോടി ആൾക്കാരെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഫർദർ പോകുന്നത് ചോദ്യമായത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടായിക്കൂടാ? അതായത് വിസ വേവ് ചെയ്തുകൊണ്ട് 1-2 വർഷം ഒരു ജോലി ചെയ്ത് നമുക്ക് തിരിച്ചു പോകാം. അപ്പം അറിയേണ്ട ഒരു സംഭവമുണ്ട്. വേറെ ഞാനൊരു രസകരമായ സംഭവം പറയാൻ. എനിക്കറിയാവുന്ന പല ആൾക്കാരും വിസിറ്റിംഗ് വിസയിൽ, കാരണം അവിടെ പോയിട്ട് വിസിറ്റിംഗ് വിസയിൽ 6 മാസം അവിടെ താമസിക്കാൻ പറ്റും. അവിടെ പോയി 6 മാസം ജോലി ചെയ്തിട്ട് തിരിച്ച് വന്ന് ഇവിടെ ജോലി ചെയ്യുന്നവർ, വീണ്ടും അവിടെ ജോലി ചെയ്യുന്ന പല ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ അവർ പേര് പറയുന്നത് മോശമാണ്. അതിനകത്ത് അത് ശരിയല്ല പേര് പറയുക. അതുകൊണ്ടാണ് അത് പറയാതിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് 1 വർഷമോ 2 വർഷമോ അവരിവിടെ പോയി പല ജോലികൾ ചെയ്യും, അവർക്ക് തിരിച്ചു വരാം. അതായത് അവിടെ സിറ്റിസൺഷിപ്പോ സംഭവങ്ങളൊക്കെ അതൊന്നും അവർ സമ്മതിക്കത്തില്ല. അവിടെ പോയി ഇതിൻ്റെ പേരിൽ പോയി അവിടെ ഒരു കല്യാണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ പല ആൾക്കാരും ചിന്തിക്കുന്ന അതൊന്നും വലിയ, കാരണം അതിനകത്ത് പുതിയ രീതിയിലുള്ള നിയമങ്ങളും പരിപാടികളൊക്കെ കൊണ്ടുവരും. കാരണം അതിൽ വളരെ സൂക്ഷ്മതയോട്ടാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. ഏതായാലും ഇങ്ങനെ വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനൊരു സംഭവം വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഷെങ്കൻ രാജ്യങ്ങളിലും അറൈവൽ ഓൺ വിസ ഇന്ത്യക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അമേരിക്കൻ വിസ പ്രോസസ്സ് വളരെ ടൈറ്റാണ്. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യൻ പാസ്പോർട്ട് വേവ് ചെയ്യുന്നത് വിസ ഓൺ അറൈവൽ മറ്റുള്ള രീതിയിൽ വേവ് ചെയ്ത് കഴിയുമ്പോൾ ലോകത്തേത് രാജ്യത്തും ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ട് പോകാൻ സാധിക്കും. അതൊരു വലിയൊരു പോസിറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് കാണണം. അത് കാരണം ഇത് ലോകരാജ്യങ്ങൾ സന്ദർശിക്കുന്നവർക്ക് അറിയത്തുള്ളൂ ഈ പാസ്പോർട്ടിൻ്റെ വാല്യൂ എത്ര ആണെന്ന്.
അപ്പം അതുകൊണ്ട് ഇത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകട്ടെ. അത് നല്ലൊരു ഇന്ത്യയായിട്ട്, പവർഫുൾ ഇന്ത്യയായിട്ട് ലോകം അംഗീകരിക്കുന്ന ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടിന് അതേപോലെ ഒരു പവർഫുൾ ഒരു പാസ്പോർട്ട് ആകുമ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനം തന്നെയാണ്.